റിക്കോർഡ് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലേക്ക് മെസ്സി വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഒരു തീരുമാനമായി. ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് വരില്ല. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ടീം വരുമെന്നായിരുന്നു നേരത്തെ കായിക മന്ത്രി അടക്കം പറഞ്ഞത്. എന്നാൽ ഇനി അതുണ്ടാകില്ല. സ്പോൺസർമാർ പിന്മാറിയതിനാൽ ഇനി മെസ്സിക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നാണ് കായിക മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുന്നത്. ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിവരുന്ന 300 കോടിയിലധികം രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു സർക്കാരിന്റെ നീക്കം. 3 സ്പോൺസർമാർ പല ഘട്ടത്തിലായി സർക്കാരിനെ ഇതിനായി സമീപിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ഓരോരുത്തരായി പിന്മാറി. കാരണം ഈ പറഞ്ഞ സമയത്ത് ഈ പണം നൽകാൻ സ്പോൺസർമാർക്ക് കഴിഞ്ഞില്ല. 200 കോടിയിലധികം രൂപ, ഈ 300-ൽ 200 കോടിയിലധികം രൂപ അർജന്റീന ടീമിന് മാത്രമായി നൽകേണ്ടിയിരുന്നു. ബാക്കി വരുന്ന 100 കോടി രൂപ നടത്തിപ്പിനായി അത്രയധികം തുക വേണ്ടിവരും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. ഈ മുഴുവൻ തുകയും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു പല ഘട്ടത്തിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന മാധ്യമങ്ങളുടെ അടക്കം ചോദ്യത്തിന് കായിക മന്ത്രിയുടെ പ്രതികരണം. കായിക പ്രേമികളടക്കം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഒരു ഘട്ടത്തിലും മെസ്സി വരില്ല എന്ന പ്രതികരണം കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇപ്പോൾ ഇതാ സ്പോൺസർമാർ പിന്മാറിയതുകൊണ്ട് ഇനിയിപ്പോൾ മെസ്സിയെ അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നത്. കായിക മന്ത്രിയുടെ ഈ പാളിപ്പോയ പ്രഖ്യാപനങ്ങളും നിരാശരായ ആരാധകരുമൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും അത് വലിയ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു വിശകലനം തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ നൽകും. മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ മുതൽ വലിയ ആകാംക്ഷയിലാണ് കായിക കേരളം. ഒരു ലോകകപ്പ് നേടിയ മെസ്സിയും ആ ടീമിലുണ്ടായിരുന്ന, അതായത് അർജന്റീന ടീം ലോകകപ്പ് നേടുന്നു, അന്ന് ടീമിലുണ്ടായിരുന്ന മെസ്സിയും മറ്റ് കളിക്കാരുമൊക്കെ ആ ലോകകപ്പ് നേടിയ അതേ ടീം തന്നെ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ തന്നെ വലിയ ആകാംക്ഷയിലാണ് കേരളത്തിലുള്ള എല്ലാ കായിക പ്രേമികളും. അപ്പോൾ ടീമിനെ സ്വീകരിക്കാൻ ഇരു കൈകളും നീട്ടി കാത്തിരിക്കുകയായിരുന്നു കായിക പ്രേമികൾ എല്ലാവരും. മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിലേക്ക് വരുന്നതോടൊപ്പം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കായിക മേഖല വലിയ തരത്തിൽ ശ്രദ്ധിക്കപ്പെടും. അത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വലിയ തരത്തിൽ സഹായകരമാകും എന്നുള്ള കാര്യമൊക്കെ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പല വേദികളിലും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാം തച്ചു തകർക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനൊരു വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിലേക്ക് വരില്ല. അതിന് കാരണം സംസ്ഥാന സർക്കാരിനെ നമുക്ക് ഒരു പരിധിവരെ കുറ്റപ്പെടുത്താം. അതിനും അപ്പുറത്തേക്ക് ഈ ടീമിന് സ്പോൺസർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ 3 സ്പോൺസർമാരും പിന്മാറി. അതായത് 3 ആളുകളാണ് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ പല ഘട്ടങ്ങളിലായിട്ട് സമീപിച്ചത്. ആദ്യം ഒരു കൂട്ടർ വരുന്നു, വീണ്ടും പിന്നാലെ മറ്റൊരാൾ കൂടി വരുന്നു. അതും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ മറ്റൊരു ടീം കൂടി ഈ ടീമിൻ്റെ, അതായത് അർജന്റീനിയൻ ടീമിൻ്റെ മുഴുവൻ തുകയും സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. അതിനെ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ, അല്ലെങ്കിൽ ആ സ്ഥാപനം കൊടുക്കുന്ന പ്രപ്പോസലിനെ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആ ടീമിന്റെ പൂർണ്ണമായിട്ടുള്ള ചെലവ് ഈ സ്ഥാപനം വഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുകൂടി തന്നെയാണ് ആ പ്രപ്പോസൽ കായിക വകുപ്പ് അംഗീകരിച്ചത്. ഏതാണ്ട് 200 കോടിയോളം രൂപ അർജന്റീനിയൻ ടീമിന് മാത്രമായി കൊടുക്കണം. മറ്റ് ചെലവുകൾക്കായിട്ട് 100 കോടിയിലധികവും. അങ്ങനെ ഏകദേശം ഒരു 300 കോടിയിലധികം രൂപ അർജന്റീനിയൻ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ചിലവ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ ചിലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താമെന്നായിരുന്നു സർക്കാർ കരുതിയിരുന്നത്. സ്പോൺസർമാർ പിന്മാറിയതോടെയാണ് ടീം കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം കായിക മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചത്. ഇതിനകത്ത് കായിക മന്ത്രി എല്ലാ വേദികളിലും പറയുന്നൊരു കാര്യമുണ്ട്. മെസ്സി വരും, അതായത് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടാണ് ഒരു സ്പോൺസറെ പ്രഖ്യാപിക്കുന്നതും മെസ്സിയും അർജന്റീനിയൻ ടീമും വരുമെന്ന് കായിക മന്ത്രി പറയുകയും ചെയ്തത്. അത് പറഞ്ഞതിന് ശേഷം പല വേദികളിലും കായിക മന്ത്രിയെ കാണുമ്പോൾ മിനിസ്റ്ററെ മെസ്സി വരുമോ എന്നുള്ള ചോദ്യം നാം അടക്കമുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വരുമെന്ന് പറയുമ്പോൾ പോലും ഒരു ആത്മവിശ്വാസം മന്ത്രിയുടെ വാക്കുകളിൽ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പിന്നിലെ കാരണം ഈ സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്താൻ കഴിയാതെ പോയതാണ്. അപ്പോൾ പറഞ്ഞ സമയത്ത് സ്പോൺസർമാരാരും സർക്കാരിന് പൈസ കൊടുത്തില്ല. അതോടെ സർക്കാർ വെട്ടിലാവുകയും ചെയ്തു. പ്രത്യേകിച്ച് എല്ലാ മാധ്യമങ്ങളിലൂടെയും മെസ്സി വരുന്നു, മെസ്സി വന്നാൽ ഈ രീതിയിൽ കായിക കേരളം അടയാളപ്പെടുത്തപ്പെടും എന്ന രീതിയിലുള്ള വലിയ പ്രചരണമൊക്കെ നടന്നതാണ്. അതിനെ തച്ചുടയ്ക്കുന്ന തരത്തിലേക്കായി പോയി ഈ സ്പോൺസർമാരുടെ പിന്മാറ്റം. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ തിരിച്ചടിയാണ്.
പ്രത്യേകിച്ച് അർജന്റീന ടീം വരുന്നു എന്നുള്ള വലിയൊരു പ്രചാരണം കൊടുത്തൊരു ഘട്ടത്തിലാണ് സ്പോൺസർമാർ പിന്മാറി എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്പോൺസർമാർ പിന്മാറി, അവരെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ കായിക മന്ത്രിക്ക് കഴിഞ്ഞില്ല, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയോടുകൂടിയുള്ള ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യണം. അതിനകത്ത് എടുത്തു കാണേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ടീമും മെസ്സിയും വരുന്നു എന്ന് പറഞ്ഞ മന്ത്രി തന്നെ ഇനിയിപ്പോൾ വരുന്നില്ല എന്ന് എങ്ങനെ പറയും? അതിനകത്ത് എന്താണ് കാരണം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തണം. മന്ത്രി അർജന്റീനയിലടക്കം പോയി AFAയുമായിട്ട് ചർച്ച നടത്തിയതാണ്, കരാർ ഒപ്പിട്ടതാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവർ വരുന്നില്ല എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം എന്തായാലും ടീം വരുന്നില്ല എന്നുള്ള കാര്യം മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഒരു കാര്യം തീർച്ചയാണ്, മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് കാത്തിരുന്ന ആളുകൾക്കൊക്കെ നിരാശയാണ്. മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ഫുട്ബോൾ ആരാധകർക്ക് മാത്രമല്ല കേരളത്തിലുള്ള ഈ മെസ്സിയെ കാത്തിരുന്ന നിരവധി ആളുകൾക്ക് നിരാശ തന്നെയാണ്. ഈ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കേരളത്തിൽ അർജന്റീന 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നൊക്കെ ആയിരുന്നു നേരത്തെ സർക്കാർ തലത്തിലടക്കം പറഞ്ഞത്. ഇതിനായി പ്രത്യേക സ്റ്റേഡിയം നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിന്റെ കായിക ഭൂപടം തന്നെ മാറുമെന്ന് പ്രതീക്ഷിച്ച വരവാണ് ഇല്ലാതായത്. ഇനി എങ്ങനെയാണ് കായിക വകുപ്പ് ഇതിനൊരു ഔദ്യോഗിക വിശദീകരണം നൽകുക എന്നാണ് അറിയേണ്ടത്. കാരണം മെസ്സിയെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അർജന്റീന ടീമിനെ എന്തുകൊണ്ട് കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല? 3 സ്പോൺസർമാർ തങ്ങൾ ഈ 300 കോടി എന്ന വലിയ ഭീമമായ തുക നൽകാം, സ്പോൺസർഷിപ്പിലൂടെ അത് കണ്ടെത്താമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും എന്തുകൊണ്ട് അവസാന നിമിഷം അവർ പിന്മാറി? സർക്കാരിന്, കായിക മന്ത്രാലയത്തിന്, കായിക മന്ത്രിക്ക് എന്തുകൊണ്ട് സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചില്ല തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ തന്നെ അത് ഔദ്യോഗിക തലത്തിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട്. സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരുപക്ഷെ വരും ദിവസങ്ങളിൽ കായിക മന്ത്രി എങ്ങനെ വിശദീകരിക്കും എന്ന് അറിയാം.